ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ പുതിയതായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫുള്ളായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ഫുൾ ഒട്ടിച്ച ശേഷം അതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാനതിൽ ബ്ലൂ കളർ ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുത്തു. ഞാൻ ബോട്ടിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ ഒട്ടിക്കാനുള്ള ഫ്ലവർ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ടാണ് ഇനി നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു അല്ലി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ ഷേപ്പിൽ വേണം തൊലി കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഇതുപോലെ കുറേ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കണം. കളർ ചെയ്യാനായിട്ട് ഞാൻ യെല്ലോ കളറും ഗ്രീൻ കളറുമാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ഫുള്ള് കളർ ചെയ്തു. അതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവർ ഫുള്ള് ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് ഇലകളും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇലയൊക്കെ ഒട്ടിച്ച ശേഷം ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കുറച്ച് ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ബീഡ്സ് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കുറച്ച് റെഡ് കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ ഫ്ലവർ ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് റെഡ് കളർ ഇതുപോലെ ബ്രഷ് ഉപയോഗിക്കാതെ കൈയുടെ വിരൽ കൊണ്ടൊന്ന് ആ ബ്ലൂ കളർ പെയിൻറ്റിൻ്റെ പുറത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ബോട്ടിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ബോട്ടിലിൽ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയൊക്കെ പിടിച്ചാലും വെളുത്തുള്ളിയുടെ തൊലിക്ക് ഒരു കുഴപ്പവും വരില്ല. ഇതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.